ഹായ് നമസ്കാരം. ഞാൻ മറയൂരിലാണ്. മറയൂർ വിഷന്റെ യുവർ ചോയ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മറയൂർ വിഷന്റെ യുവർ ചോയ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നേരെ അതിഥികളിലേക്ക്. ഇന്നത്തെ വിഷയം സിനിമയാണ്. സിനിമയെക്കുറിച്ചാണ് നമ്മുടെ ചോദ്യങ്ങൾ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിലാണുള്ളത്. പ്രസിഡന്റിനോട് രണ്ടു ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നത്. സിനിമയെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമ ഏതാ? രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തന നിലയിലും വെള്ളിമൂങ്ങ എന്ന സിനിമയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമ. ഒരിക്കലും കണ്ടുകൊണ്ടിരുന്നാൽ പോലും വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യങ്ങളാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വെള്ളിമൂങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ വെള്ളിമൂങ്ങ സിനിമയാണ് എപ്പോഴും നമ്മളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നത്. പ്രസിഡന്റിന് ആ വെള്ളിമൂങ്ങ സിനിമയിൽ മറക്കാൻ പറ്റാത്തൊരു സീൻ ഉണ്ടാവുമല്ലോ, ആ സീൻ ഒന്ന് പറയാവോ? വെള്ളിമൂങ്ങ സിനിമയിൽ ഈ ബിജു മേനനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൽ ബിജു മേനന്റെ കൂടെ നിൽക്കുന്നവനെ പോലും അദ്ദേഹം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ആകണമെന്നും അല്ലെങ്കിൽ മത്സരിക്കണമെന്നും ആഗ്രഹം. പക്ഷേ കൂടെ നിൽക്കുന്നവരെ പോലും ഞാൻ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം നടത്തുകയും ഞാൻ തോൽക്കാനായിട്ട് നിൽക്കുന്നതാണെന്നുള്ളൊരു പ്രചരണം നടത്തിയതിന്റെ പേരിൽ മാത്രമാണ് കൂടെ നിന്നും ഒരു വഞ്ചനയോ ചതിയോ ഇല്ലാതെ ബിജു മേനന് ജയിക്കാൻ സാധിച്ചത്. അത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കാണോ ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഒരു പൊതുപ്രവർത്തന രാഷ്ട്രീയ നേതാവ് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിലൂടെ അതിന്റെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് അതിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ആ സിനിമയിലെ ഒരു പാട്ട് ഓർക്കുന്നുണ്ടോ? മറന്നുപോയി. പാട്ട് മറന്നുപോയി. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ വന്ന അതേ ഇതിൽ തന്നെ ഞങ്ങളോട് ആ സമയം ഞങ്ങളോട് ചെലവഴിക്കാനായിട്ട് സഹകരിച്ചു. വളരെ നന്ദിയുണ്ട് പ്രസിഡന്റ്. ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് വരും. ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഞങ്ങൾ മറയൂർ വിഷനായിട്ട് ഇപ്പോൾ യുവർ ചോയ്സ് ഈ പരിപാടി തുടങ്ങിയിരിക്കുക. അപ്പം ഈ മറയൂർ വിഷനെ കുറിച്ച് പ്രസിഡന്റിന് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? എന്നും ഒരു പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ എപ്പോഴും മാധ്യമങ്ങൾ വിമർശിക്കുകയും അല്ലെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അവരെ കുറ്റപ്പെടുത്തലുകളാണെന്നാണ് എല്ലാവരും ധരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർ ആ പോരായ്മകൾ ഒരു പഞ്ചായത്തിലെ തെരുവുലൈറ്റിൽ കത്താത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കുടിവെള്ളമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ ഭരണാധികാരികൾ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ആ പോരായ്മകൾ പരിഹരിക്കാനും സാധിക്കുന്നുണ്ട്. അതൊരിക്കലും കുറ്റപ്പെടുത്തലായിട്ടാണ്. മാധ്യമങ്ങൾ ആ പിന്നോക്ക അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളുടെ വിമർശനം എപ്പോഴും പൊതുപ്രവർത്തകർ എന്നും അനുകൂലമായിട്ട് തന്നെയാണ് മുൻകാലങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എപ്പോഴും അത് പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ സ്വീകരിക്കുന്നതാണ്. താങ്ക് യു പ്രസിഡന്റ്, വളരെ നന്ദിയുണ്ട്. ഇനിയും ഞങ്ങൾ വരും. ഓക്കെ, താങ്ക് യു. മാതാ ലബോറട്ടറി മറയൂർ അഞ്ചുനാട് മേഖലയിൽ ആധുനിക ആരോഗ്യ സേവന രംഗത്ത് 20 വർഷക്കാലമായി സജീവ സാന്നിധ്യമായ TKN ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം. എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകളും യൂറിൻ കൾച്ചർ ടെസ്റ്റുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ ചെയ്തു നൽകുന്നു, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. നിങ്ങളുടെ വീട്ടിൽ വന്ന് സാമ്പിൾ ശേഖരിച്ച് ടെസ്റ്റുകൾ നടത്താനുള്ള ഹോം കളക്ഷൻ സർവീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ലാബ് പ്രവൃത്തി സമയം. കുറഞ്ഞ നിരക്കിൽ ക്വാളിറ്റി സർവീസ്. മാതാ ലബോറട്ടറി, സാൻഡൽ സിറ്റി ബിൽഡിംഗ്, മൂന്നാർ ഉദുമൽപേട്ട് മെയിൻ റോഡ്, നിയർ CSI ചർച്ച്, മറയൂർ. കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് 9400 549950 82. ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. മാവേലിക്കു ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോനാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. മാവേലിക്കു ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്.
പിടിക്കാൻ പറ്റിയ കക്ഷി പിടിക്കാം, തനിക്കു തണലിനൊരു കൊടി പിടിക്കാം, വോട്ടു പിടിക്കാൻ ചിരിയുടെ കൂട്ടുപിടിക്കാം, ചിരിച്ചു ചിരിച്ചു പിന്നെ കഴുത്തറക്കാം, 4-5 പുത്തൻ കിട്ടാൻ തഞ്ചത്തിൽ എന്തും ചെയ്യാം, രാഷ്ട്രത്തെയും പൂശും രാഷ്ട്രീയക്കാരാ പിന്നെ കുതിച്ചു കുതിച്ചു പറക്കും നേരം. ചത്തുകിടക്കണ കാരണോരെ ചെന്ന് പുകഴ്ത്തണ മാവോളം, നിക്കാഹിനും പൗത്തീസിനും ആളാകുവാൻ നീ പോണം. മാവേലിക്കു ശേഷം നീയെയുള്ളെന്നോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയെ നേതാവ്. മേലുധരിപ്പ് ചടപട ചങ്കുമിടിപ്പ്, അടുത്തു കഴിഞ്ഞുവല്ലോ തിരഞ്ഞെടുപ്പ്. ആരു ഭരിക്കും നാടിനെ ആര് മുടിക്കും, തിരിച്ചും മറിച്ചും ഒരു നറുക്കെടുപ്പ്. വോട്ടെല്ലാം പെട്ടിയിൽ വന്നാൽ വോട്ടെണ്ണി പാസ്സായെന്നാൽ വാഗ്ദാനം ചാക്കിൽ കെട്ടി കാണാത്ത കോണിൽ തള്ളി മറച്ചു പിടിച്ചു ചിരിക്കും നീയും. തോൽക്കുവതെപ്പോഴും ആരാണ്? ആ വോട്ട് കൊടുക്കണ ജനമാണ്. നേതാവിനും ജേതാവിനും സ്വന്തം കാര്യം സിന്ദാബാദ്. മാവേലിക്കു ശേഷം നീയെയുള്ളെന്നോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയെ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയ സീറ്റേറിയ സ്വന്തം കാര്യം സിന്ദാബാദ്.